സംഘടനത്തിൻ്റെ അധ്യക്ഷൻ, എൻ്റെ സുഹൃത്ത് ശ്രീ സജികുമാർ, വളരെ പ്രിയപ്പെട്ട ശ്രീധരൻ സാർ, പ്രിയപ്പെട്ട ഋഷാസ് സാർ, വളരെ പ്രിയപ്പെട്ട ശശി, പ്രിയപ്പെട്ട ചെറിയങ്കിൽ സുരേഷ്, പ്രിയപ്പെട്ട കെ അജന്തൻ നായർ സാർ, വളരെ പ്രിയപ്പെട്ട മണനാക്ക് ഷിഹാബുദ്ദീൻ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ ശ്രീരംഗൻ, പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണമൂർത്തി, പ്രിയപ്പെട്ട രാജേന്ദ്രൻ, പ്രിയപ്പെട്ട ചന്ദ്രിക, പ്രിയപ്പെട്ട വക്കം ജയ, വളരെ പ്രിയപ്പെട്ട ശ്രീ സലീം ആനന്ദമുണ്ട്, വളരെ പ്രിയപ്പെട്ട മഹാകവി കുമാരനാശാൻ തൊട്ട് ഇങ്ങോട്ട് എത്ര പേരുകൾ നമുക്ക് എടുത്ത് ഉദ്ധരിക്കാൻ സാധിക്കും. ശ്രീ വക്കം റഷീദ് പിറന്ന നാട്ടിൽ തന്നെയാണ് ധീരദേശാഭിമാനിയായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പോരാട്ടത്തിന് ആയുധമെടുക്കാൻ തയ്യാറായ, ലോകം ആദരവോടെ ഇന്നും കാണുന്ന, ഇന്ത്യക്കാർ മനസ്സിൽ സൂക്ഷിക്കുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സന്തത സഹചാരിയും അനുയായിയുമായിരുന്ന വക്കം അബ്ദുൽ ഖാദറിനെ നാം ഈ നാട്ടിന്റെ അഭിമാനമായി കാണുന്നവരും ഓർക്കുന്നവരുമാണ്. മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരു നവോത്ഥാന നായകനായി രംഗത്ത് വന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. അതൊക്കെ ഈ മണ്ണിന്റെ മഹിമകളാണ്. എത്രയോ പൂർവഗാമികൾ നമുക്കുണ്ട്. നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചതുകൊണ്ട് പാസ്പോർട്ട് ഇല്ലാതെ ഇംഗ്ലണ്ടിൽ പോകാമായിരുന്ന കാലത്ത് നമ്മുടെ താലൂക്കിൽ നിന്ന് നിരവധി ആളുകൾ കപ്പലിൽ ലണ്ടനിലെത്തി മാററ്റ്ല എടുത്തവരും വലിയ പരീക്ഷകൾ പാസ്സായവരും വലിയ ബിരുദങ്ങൾ സമ്പാദിച്ച് ഉദ്യോഗങ്ങൾ നേടിയവരും ഒക്കെ നമ്മുടെ നാട്ടുകാരായി ഉണ്ട്. നൂറുകണക്കിന് പേരുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുന്ന മഹത്വമാർന്നവർ നമ്മുടെ നാടിന്റെ സമ്പത്താണ്. ആറ്റിങ്ങൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നത് 1721 പോർച്ചുഗീസുകാർക്കെതിരെ, ഡച്ചുകാർക്കെതിരെ ആറ്റിങ്ങിൽ നടന്ന ലഹള ചരിത്രത്തെ ഉദ്ദീപിക്കുന്ന ഒരു സംഭവമാണ്. ആ ദേശാഭിമാനികളുടെ രംഗഭൂമിയാണ് ഈ താലൂക്ക്, ഈ പ്രദേശം. ഈ നാട്ടിൽ എത്ര മഹാരഥന്മാരെ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. പക്ഷെ നമ്മളൊക്കെ ആ പഴയ പാരമ്പര്യത്തിന്റെ മഹത്വത്തിന്റെ പിന്തുടർച്ചക്കാരാണെങ്കിലും ആ മഹത്വം നഷ്ടപ്പെടുന്നതിൽ ദുഃഖമില്ലാത്തവരായി നാം മാറിക്കൊണ്ടിരിക്കുന്നു. വേവനാതി പൂണ്ട പരിഭ്രാന്തമായ നമ്മുടെ ജീവിതത്തിന്റെ പോക്ക് നാം ഓർക്കേണ്ടത് ഓർക്കാത്തവരായി, ഓർക്കേണ്ടതിനെ ഓർക്കാനായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ പരിഭ്രാന്തമായ യാത്രക്കിടയിൽ നാം ഓർമ്മിക്കേണ്ടവരെ, ശ്രദ്ധിക്കേണ്ടവരെ, സൂക്ഷിക്കേണ്ടവരെ, ആദരിക്കേണ്ടവരെ, അറിയേണ്ടവരെ, ബഹുമാനിക്കേണ്ടവരെ അതനുസരിച്ച് പരിഗണിക്കാൻ സാധിക്കാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ആധുനിക തലമുറയിൽ നമുക്ക് പ്രേം നസീറിനെ മറക്കാൻ സാധിക്കുമോ? എനിക്ക് ഒട്ടേറെ പേരുകൾ ഉദ്ധരിക്കാൻ സാധിക്കും. നിങ്ങൾക്കും അറിയാം, തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തി സ്രോതസ്സായി വന്നത് ശ്രീ വക്കം പുരുഷോത്തമനാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ അതിനു മുൻപ് ആറ്റിങ്ങലത്തെ ശക്തികളായിരുന്ന ഒട്ടേറെ വ്യക്തികളെ, ബാരിസ്റ്റർമാരെ, വളരെ ബഹുമാന്യനായ കൃഷ്ണപിള്ള സാറിനെ, ഏറെ ബഹുമാന്യനായ ലോഹിത വക്കീലിനെ, അത്യന്തം ആദരണീയനായ നാണു വക്കീലിനെ, അനവധി പേര് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും. ആറ്റിങ്ങൽ കോൺഗ്രസിന്റെ മങ്ങലും കോൺഗ്രസിന്റെ പ്രതിസന്ധികളും ഒക്കെ അങ്ങനെ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മികവ് നഷ്ടപ്പെട്ട കാലത്ത് ആ പ്രസ്ഥാനത്തെ ഉദ്ധരിക്കാൻ ഇവിടെ ഉയർന്നു നിന്ന ശ്രീ വക്കം പുരുഷോത്തമൻ, അതോടൊപ്പം ആറ്റിങ്ങലത്തെ കോൺഗ്രസിന്
പുനർജന്മം നൽകാൻ ഉദിച്ചുയർന്ന ഒരു വലിയ ശക്തിയായിരുന്നു ബഹുമാന്യനായ ആർ ശങ്കർ ഇവിടെ മത്സരിച്ചത്. ഇവിടെ ക്യാമ്പ് ചെയ്ത് അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവർത്തിച്ചത്. ജനങ്ങൾക്ക് വേണ്ടത് കരുത്തുള്ള നേതൃത്വത്തിന്റെ പിൻബലമാണ്. ആ പിൻബലമായിരുന്നു ബഹുമാന്യനായ ആർ ശങ്കർ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഒരു വലിയ വ്യൂഹം ചെറുപ്പക്കാർ ആറ്റിങ്ങൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത്. ആ കടന്നു വന്ന കൂട്ടത്തിൽ നാം ഓർക്കേണ്ട ഒട്ടേറെ ആളുകളുണ്ട്. അതിൽ അഡ്വക്കേറ്റ് വക്കം റഷീദ്, അഡ്വക്കേറ്റ് രാജപ്പൻ, അഡ്വക്കേറ്റ് ഭുവനേന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് വിക്രമൻ, ഇനിയും എത്രയോ പേരുകൾ നമുക്ക് ഓർമ്മിക്കാനുണ്ട്. ഏതെങ്കിലും പേര് വിട്ടുപോകുന്നത് അനാദരവ് കൊണ്ടല്ല, വിസ്തര ഭയത്താലാണെന്ന് നിങ്ങൾ ദയവായി തിരിച്ചറിയണം. ആ പരമ്പരയിൽ കോൺഗ്രസിന്റെ ചുമതലക്കാരനായി ഈ പ്രദേശത്ത് ദീർഘകാലം നേതൃത്വം നൽകി പ്രവർത്തിച്ച ഊർജ്ജസ്വലനായ ഒരു നേതാവും നായകനും അഗ്നിനാളവുമായിരുന്നു അക്ഷരാർത്ഥത്തിൽ വക്കം റഷീദ്. ഇവിടെ ശ്രീ അജിത്ത് സൂചിപ്പിച്ചല്ലോ, ഇത്ര മധുരമായി പാടാൻ, ഇത്ര മനോഹരമായി കവിതകൾ എഴുതാൻ, ഇത്ര ഹൃദ്യമായി ഒരു വിഷയം ആവിഷ്കരിക്കാൻ, ഇത്ര ചാരുതയോടെ ഒരു വിഷയം ആവിഷ്കരിക്കാൻ സാധിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു ശ്രീ വക്കം റഷീദ്. ഞാൻ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് ആണ് അദ്ദേഹത്തെ വാസ്തവത്തിൽ നന്നായി പരിചയപ്പെടുന്നത്. അന്ന് ലാ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു സംഘം സുഹൃത്തുക്കളും ആറ്റിങ്ങിലുള്ളവരുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇല്ലാത്ത പാളയത്തെ ടാജ് ഹോട്ടലിന്റെ മുകളിൽ അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു ഹാളുണ്ട്. അവിടെ ഇദ്ദേഹവും കൂടുമായിരുന്നു. ജില്ലയിലെ KSU പ്രവർത്തകർ എന്ന നിലയ്ക്ക് ആ നിലയിലാണ് ഞങ്ങളുമൊക്കെ പങ്കാളികളാകുന്നത്. ആ യോഗം തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ എന്നുമുള്ള അവരുടെ സമ്മേളനം വളരെ സഹായിച്ചിട്ടുണ്ട്. പ്രവർത്തകർക്ക് അവർ ഒരു പിൻബലമായിരുന്നു. തിരുവനന്തപുരത്തെ INUC തൊഴിലാളികൾക്ക് അവർ ഒരു പിൻബലമായിരുന്നു. തിരുവനന്തപുരത്തെ സാധാരണ പാർട്ടി പ്രവർത്തകന് അവർ ഒരു പിൻബലമായിരുന്നു. ആ കരുത്തും പിൻബലവും എല്ലാം അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ ശ്രീ വക്കം റഷീദ്, നമ്മുടെ പ്രിയങ്കരനായ അന്ന് ദിവാകരൻ പണിക്കർ അതിനൊക്കെ പെടുമായിരുന്നുവെങ്കിലും അദ്ദേഹം സജീവമായി കോൺഗ്രസിലേക്ക് വരുന്നത് പിന്നീടാണ്. വന്ന ശേഷം അദ്ദേഹം ഒരു വലിയ ശക്തി സ്രോതസ്സായിരുന്നു. അവരെല്ലാം ചേർന്ന് ഈ പ്രദേശത്ത് നൽകിയ ഒരു വലിയ പിൻബലം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. ശ്രീ വക്കം പുരുഷോത്തമൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായി ആദ്യം വരുന്നത്, ആ തെരഞ്ഞെടുപ്പിൽ ഒരു പൊടിപൊടിപ്പൻ പ്രവർത്തനം കാഴ്ചവെച്ചുവെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത്, വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നത് ഒരു വലിയ പോരാട്ടമായിരുന്നു. അതെങ്കിൽ പോലും അദ്ദേഹം അപ്പോഴും പരാജയപ്പെടുന്നത്. പിന്നീട് ശ്രീ വക്കം പുരുഷോത്തമൻ വിജയിക്കുന്നത്, അദ്ദേഹം ആ പ്രാവശ്യത്തിന്റെ മന്ത്രിയാകുന്നത്, അത്ഭുതകരമായ വികസന കാര്യങ്ങൾ ആറ്റിങ്ങലിന് വേണ്ടി ചെയ്യുന്നത്, ആറ്റിങ്ങൽ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശ്രീ ആർ ശങ്കറിന്റെ പിൻബലത്തോടെ, പിന്തുണയോടെ, സാന്നിധ്യത്തോടെ ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾ ചെറുതല്ല. ആ കാലത്ത് കോൺഗ്രസിനെ പുഷ്ടിപ്പെടുത്താൻ രംഗത്ത് വന്ന അതിശക്തരായ ഒരു സംഘം ചെറുപ്പക്കാരന്റെ നടുനായകനായിരുന്നു ശ്രീ വക്കം റഷീദ്. എനിക്കൊരു സങ്കടമുള്ളത്, അദ്ദേഹം മരണപ്പെട്ടിട്ട് 21 വർഷമായി. ഇപ്പോഴാണ് അതൊന്ന് അനുസ്മരിക്കാൻ നമ്മുടെ ആളുകൾക്ക് സമയം കിട്ടിയത്. എല്ലാം ഒത്തുവരട്ടെ. അതിനിപ്പോഴത് ചെയ്യാൻ നേതൃത്വം നൽകിയ സുഹൃത്തുക്കളെ എനിക്കറിയാം. അവരെയെല്ലാം ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ വിജയം, ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം, ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന 10 ആളുകളുടെ സാന്നിധ്യമാണ് പ്രസ്ഥാനത്തിന് വേണ്ടത്. ആരെയും വകവയ്ക്കാതെ, ആരെയും അംഗീകരിക്കാതെ, ആരെയും സ്വീകരിക്കാതെ, ആരെയും പരിഗണിക്കാതെ, ആരെയും ഉൾക്കൊള്ളാതെ, ആരെയും നിഷേധിച്ച്, അപമാനിച്ച്, അപഹസിച്ച്, പരിഹസിച്ച് തള്ളിയിട്ട് നമുക്കൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല.
ശ്രീ വക്കം റഷീദ് കയർകോടിലേക്ക് തിരിഞ്ഞു പോകാതിരുന്നുവെങ്കിൽ, പോയതുകൊണ്ട് കുറ്റമൊന്നുമില്ല, പോയി അത് നിന്നുവെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന് അദ്ദേഹം അതിശക്തനായ ഒരു നേതാവായി തന്നെ ഇവിടെ തുടരുമായിരുന്നു. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് എന്തെല്ലാം കുതികാൽ വെട്ടലുകൾ, എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അതിനിടയിലൊക്കെ ആ കൊടുങ്കാലിലൊക്കെ പെട്ട് അദ്ദേഹം ഒന്ന് ഉലഞ്ഞു പോയി എങ്കിലും കോൺഗ്രസിന് എന്നും കരുത്ത് പകർന്ന പൗരുഷശാലിയായ നേതാവായിരുന്നു ശ്രീ വക്കം റഷീദ്. അഭിഭാഷകൻ എന്ന നിലയ്ക്ക് മിടുക്കൻ, സംഘാടകൻ എന്ന നിലയ്ക്ക് അതിനേക്കാൾ മിടുക്കൻ, കൃത്യമായ പെരുമാറ്റത്തിന്റെ ഉസ്താദ്, ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള മനസ്സ്, അത് പരിഹരിക്കാനുള്ള സന്മനസ്, അവർക്ക് വേണ്ടി മെനക്കിടാനുള്ള എളിമയും സന്നദ്ധതയും, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സവിശേഷതകളായിരുന്നു. എനിക്ക് കോളേജിലെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലം തൊട്ട് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. എന്റെ പേരൊരിക്കലും അദ്ദേഹം വിളിച്ചിട്ടില്ല, അനിയൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ ശങ്കർ സാർ മത്സരിക്കുന്ന കാലത്തും ശ്രീ വക്കം മത്സരിക്കുന്ന കാലത്തുമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഒരു അനുജന് തരേണ്ട പരിഗണനയും വാത്സല്യവുമാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. വ്യക്തി ജീവിതത്തിലും എന്നും എപ്പോഴും അങ്ങനെ ആയിരുന്നു. മാന്യത അങ്ങേയറ്റം പുലർത്തിയിരുന്ന ഒരു മനുഷ്യ സ്നേഹി, സ്നേഹം കൊണ്ട് ആരെയും സ്വാധീനിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു വ്യക്തി വൈഭവത്തിന്റെ ഉടമ, നന്മ കൊണ്ട് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്ന് ഉറക്കം വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മഹത്വമാണ്. ജാതിയുടെയോ മതത്തിന്റെയോ പേര് പറഞ്ഞ് കിളിപ്പെടുത്താൻ അദ്ദേഹത്തെ ആർക്കും സാധിച്ചിട്ടില്ല. അദ്ദേഹം എന്നും ഒരു മതേതര ജനാധിപത്യ വിപ്ലവകാരിയായ സാമൂഹ്യ നായകനും ജനനേതാവുമായിരുന്നു. ആ വക്കം റഷീദിനെ നാം മറക്കരുത്. മറക്കുന്നത് ഒരു വലിയ കുറ്റകൃത്യമാണ് എന്ന് നാം ദയവായി മനസ്സിലാക്കണം. ആറ്റിങ്ങലിൽ ശ്രീ അജിത്തും രംഗനും മൂട്ടിയും ജയന്തർ സാർ, ഇങ്ങനെ നമ്മുടെ സാറ്, ഇവരെല്ലാം നിങ്ങളെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്കൊരു സങ്കടമുണ്ട്. ഏറ്റവും കുറഞ്ഞത് 500 ആളുകളെയെങ്കിലും പങ്കെടുപ്പിച്ച് ക്ഷണിച്ച് വരുത്തി ഒരു നല്ല ഹാളിനകത്ത് നമ്മുടെ രാജ്യത്തെ മികച്ച നേതാക്കന്മാരെ കൂടെ വരുത്തി അദ്ദേഹത്തിന്റെ 4-5 വലിയ ഫ്ലക്സ്, അത്ര ദാരിദ്ര്യവാസികളൊന്നും അല്ല ആറ്റിങ്ങലത്തെ കോൺഗ്രസ്സുകാർ. അവർ വിചാരിച്ചാൽ നടക്കുന്നതാണ് ഇക്കാര്യം. എന്തിന് പോയവൻ പോട്ടെ, ബാക്കിയുള്ളവരെ കാര്യം ഇനി പരിപോഷിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട ഒരു മനസ്സ് ഉള്ളവർ അല്ല നമ്മുടെ നാട്ടിലെ ആളുകൾ. അതുകൊണ്ട് ശ്രീ വക്കം റഷീദിനെ നമ്മൾ അഭിമാനപൂർവ്വമാണ് ഓർക്കേണ്ടത്. മനുഷ്യനെ ഇങ്ങനെ സ്നേഹിച്ച, സഹപ്രവർത്തകർക്ക് വേണ്ടി ഇത്രയും മെനക്കെട്ട, സാധാരണ പ്രവർത്തകർക്ക് വേണ്ടി ഇത്രയേറെ നൊന്ത് പ്രവർത്തിച്ച, എല്ലാ പ്രവർത്തകരും സ്നേഹിതന്മാരും ഇഷ്ടപ്പെട്ടവരും സഹോദരങ്ങളാണ് എന്ന് കരുതി പ്രവർത്തിച്ച ഒരു വ്യക്തിയും വ്യക്തിത്വത്തിന്റെ ഉടമയുമായിരുന്നു വക്കം റഷീദ്. ആറ്റിങ്ങലിന് അദ്ദേഹം ഒരു വലിയ സമ്പത്തായിരുന്നു. വക്കത്ത് വളരെ ധന്യമായ വലിയ പാരമ്പര്യ മേന്മകളുള്ള ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സീതാ മാഡവും എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. വക്കം റഷീദ് സാർ കുടുംബത്തെ അഗുദ്ധരിക്കാൻ വേണ്ടി അഴിമതികളിൽ പ്രവേശിച്ചയാളല്ല. കുടുംബത്തിനു വേണ്ടി ഏതെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് പണമുണ്ടാക്കാൻ മോഹിച്ച ആളല്ല. തന്റെ ബന്ധുമിത്രാദികളെ എവിടെയെങ്കിലും തിരികെ കയറ്റണം എന്ന് കരുതി വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്ത ആളല്ല. ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നൊമ്പരങ്ങൾക്കും വേദനകൾക്കും അവശതകൾക്കും കഷ്ടപ്പാടുകൾക്കും ഇല്ലായ്മകൾക്കും പൊറുതിമുട്ടലുകൾക്കും ഒപ്പം നിന്ന അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ മേന്മയും മഹിമയും അന്തസ്സും ഉള്ള ശ്രീ വക്കം റഷീദ് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യ മഹത്വത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഓർക്കാൻ ശ്രീ അജിത്തും അദ്ദേഹത്തിന്റെ
സഹപ്രവർത്തകരും സമയം കണ്ടെത്തിയത് വലിയൊരു കാര്യമാണ്. ഞാൻ ഇതിനോട് ഒരു അഭ്യർത്ഥന കൂടെ വെച്ചോട്ടെ. അതിൽ തന്നെക്കാൾ പ്രായത്തിന് ഒരു താരതമ്യ കുറവുള്ളതാണ്. അതുകൊണ്ട് ഒരു അനുജനോട് പറയുന്നത് മൂത്ത് ചിരിക്കാനല്ലേ ഈ ബന്ധം, നിങ്ങളെല്ലാം ഈ പങ്കാളികളാണ്. അദ്ദേഹത്തിന്റെ ഈ ഇരിക്കുന്ന പണം ഏറ്റവും കുറഞ്ഞത് ഒരു 5 or 6 കുറെ കൂടെ വലിപ്പമുള്ള ഫ്ലക്സ് അടിയന്തരമായി തയ്യാറാക്കണം. 21ാം ചരമവാർഷിക ദിന അനുസ്മരണം എന്ന ആ ഡേറ്റ് വെച്ച് ഒരു 5-8 കോള് അത്ര ദാരിദ്ര്യമൊന്നും അതിങ്ങനത്തെ കോൺഗ്രസ് ഇല്ല. അതിത്തും ഈ ഇരിക്കുന്നത് നിങ്ങളൊക്കെ വിചാരിച്ചാൽ അതൊക്കെ അരമണിക്കൂർ കൊണ്ട് നടക്കുമെന്ന് അറിയുന്നവരാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പാർട്ടിയെ റിസ്പോർട്ട് ചെയ്തതല്ല, ഞാൻ ആറ്റിങ്ങൽ പുതുവീട്ടിൽ ഉള്ളതാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ താമസിച്ചിരുന്ന പഴയ കുടുംബം എന്ന് പറയുന്നത് മോഹൻദാസിന്റെ ഈ ആശുപത്രിക്ക് ഞങ്ങൾ വിറ്റ സ്ഥലമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ വാരിക്കെട്ട് ദാവായിട്ടൊന്നേക്ക് പോകുന്നത്. അതുകൊണ്ട് എന്നെ ഈ പാർട്ടിയിൽ ഇമ്പോർട്ട് ചെയ്ത ഐറ്റമായിട്ട് കാണരുത്. ആദ്യത്തെ വാർത്ത ഇലക്ഷൻ എന്നെ പഠിക്കുന്നത് എനിക്ക് ആറ്റിങ്ങലിനോട് വികാരപരമായി ഉള്ള ബന്ധങ്ങൾ ഞാൻ പറയുന്നതാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ ആറ്റിങ്ങൽ പുതുവീട്ടിലുള്ള ആളാണ്. ഞങ്ങൾക്ക് ചാവറോട്ടും നാവാക്കളും ഒക്കെ വന്ന് ഭൂമി ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങോട്ട് കുറച്ച് പേര് മാറി താമസിച്ചു. അപ്പോൾ ആറ്റിങ്ങലിൻ്റെ മനസ്സുള്ള ആളാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 4 വഴി ഒന്ന് നമ്മുടെ കച്ചേരികളിൽ വെക്കണം, ബസ് സ്റ്റാൻഡ് എടുത്ത് വെക്കണം, ഒന്ന് നമ്മുടെ വകയായി വക്കത്ത് കൊണ്ടുവയ്ക്കണം, ഒന്ന് ചിറയെ കീഴിൽ കൊണ്ടുവയ്ക്കണം. അതിനെല്ലാം അതിർത്തും ഈ സെറ്റുമൊക്കെ വിചാരിച്ചാൽ 2 മണിക്കൂർ നടക്കും. അത് ചെയ്യണം. അത്രയ്ക്ക് നമ്മളോട് നമ്മെ സ്നേഹിക്കുകയും പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുകയും വേണമെങ്കിൽ പലരെയും ഒതുക്കി വെട്ടിക്കേറാൻ പോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിയന്ത്രണത്തിന് വിധേയനായി നിന്നുകൊണ്ട് ഈ പാർട്ടിയുടെ അന്തസ്സ് കാത്തയാളാണ് ശ്രീ മാറ്റപ്പള്ളി. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. ആ നഷ്ടത്തിന് നിറഭേദങ്ങളില്ല, വലിപ്പച്ചെറുപ്പ ഭേദങ്ങളില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരഭരിതമായ മനസ്സോടെ ഒരു സഹോദരന്റെ തന്നെ വികാരത്തോടെ ഞാനും, സഹോദരങ്ങളുടെ വികാരത്തോടെ നിങ്ങളും, അങ്ങനെ നമ്മൾ ഒരുമിച്ച് അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ധന്യമായ പരേതാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള അജിത്ത് നയിക്കുന്ന ഇവിടത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇത്രയെങ്കിലും ചെയ്യാൻ തോന്നി എന്നത് ഒരു വലിയ കാര്യമായി ഓർത്തുകൊണ്ട് എനിക്ക് എന്നും ജ്യേഷ്ഠ സ്ഥാനീയനും ജ്യേഷ്ഠ സമാനനല്ല ജ്യേഷ്ഠ സ്ഥാനീയനായ ശ്രീ വക്കം റഷീദിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ വിനയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നും നമുക്ക് വിമോചിതരാകാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നും അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്നവരുടെ മനസ്സിനോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.